ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകം ജോലിയിൽ ജാതി വിവേചനം നേരിട്ട BA ബാലു രാജിവെച്ചു. BA ബാലുവിന്റെ രാജി സ്വീകരിച്ചതായും ഇക്കാര്യം ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിനെ അറിയിക്കുമെന്നും ദേവസ്വം ചെയർമാൻ CK ഗോപി പറഞ്ഞു. ബാലുവിന് സംരക്ഷണം ഉറപ്പു നൽകിയിരുന്നുവെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ പ്രതികരിച്ചു. കഴിഞ്ഞ ഫെബ്രുവരി 24-നാണ് ബാലു ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ കഴകം ജോലിയിൽ പ്രവേശിച്ചത്. പിന്നീട് തന്ത്രിമാരുടെ പ്രതിഷേധത്തെ തുടർന്ന് കഴിഞ്ഞ മാസം 6-ന് കഴകം ജോലിയിൽ നിന്ന് ഓഫീസ് ജോലിയിലേക്ക് ബാലുവിനെ താൽക്കാലികമായി മാറ്റി. ഓഫീസ് ജോലിയിലേക്ക് മാറ്റിയതിന്റെ പിറ്റേന്ന് തന്നെ അവധിയെടുത്ത് ബാലു നാട്ടിലേക്ക് മടങ്ങി. സംഭവം വാർത്തയായതോടെ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചനത്തിനെതിരെ വലിയ പ്രതിഷേധമുയർന്നു. ഓഫീസ് ജോലിയിൽ തുടരാൻ താൽപ്പര്യമുണ്ടെന്ന് കാണിച്ച ബാലു അഡ്മിനിസ്ട്രേറ്റർക്ക് കത്ത് നൽകി. എന്നാൽ ഓഫീസ് ജോലി അനുവദിക്കാൻ കഴിയില്ലെന്നും നിയമനം ലഭിച്ച കഴകം തസ്തികയിൽ തന്നെ ബാലു തുടരേണ്ടി വരുമെന്നും അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചു. തുടർന്നാണ് ബാലു രാജി സമർപ്പിച്ചത്. രാജി സ്വീകരിച്ചതായും ബാലുവിന്റെ ഒഴിവ് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിനെ അറിയിക്കുമെന്നും കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ CK ഗോപി. ബാലു ആരോഗ്യപരമായ കാരണങ്ങളാലും വ്യക്തിപരമായ കാരണങ്ങളാലും കഴകം ജോലി തുറന്നു പോകാൻ സാധിക്കുന്നതല്ല, ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യാൻ എന്നെ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് അഡ്മിനിസ്ട്രേറ്റർക്ക് നൽകിയിട്ടുണ്ട്. ഈഴവ് വിഭാഗത്തിൽപ്പെട്ട ആളെ 2ാം റാങ്കുകാരനായി നിയമിക്കുമെന്ന് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ KB മോഹൻദാസ്. അടുത്തത് ഈഴവ ഒരു കാൻഡിഡേറ്റ് അടുത്ത ആ റാങ്ക് പട്ടികയിൽ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അയാളെ ശുപാർശ ചെയ്യും. ബാലുവിന്റെ രാജി ജാതി വിവേചനം കൊണ്ടല്ലെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ. ജാതിപരമായ വിവേചനത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പോകുന്നു എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ ഉണ്ടായപ്പോൾ തന്നെ ഗവൺമെന്റ് ഇടപെടുകയും ഗവൺമെന്റ് നിലപാട് വ്യക്തമാക്കുകയും അതിനെതിരായ ശക്തമായ നിലപാടിൽ നിന്നുകൊണ്ട് അയാളെ അവിടെ തന്നെ ജോലി ചെയ്യിക്കാനുള്ള തീരുമാനം ഗവൺമെന്റ് എടുക്കുകയും അത് അയാൾക്ക് പൂർണ്ണമായി ബോധ്യപ്പെടുകയും ചെയ്തു. കൂടൽമാണിക്യത്തിലെ കഴകക്കാരൻ രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടാകാൻ പാടില്ലായിരുന്നുവെന്ന് K രാധാകൃഷ്ണൻ MP. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ആ ജോലിയിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടിയുള്ളത്. അങ്ങനെ മാറി നിൽക്കുന്ന അവസരം ഉണ്ടാകാൻ പാടില്ല. ബാലുവിന്റെ രാജിയെ തുടർന്ന് വിവാദത്തിന് താൽക്കാലിക പരിഹാരമായെങ്കിലും പുനർനിയമനമുണ്ടായാൽ വീണ്ടും വിഷയം ചൂടുപിടിക്കും. 24 തൃശൂർ.